ഇത് കേട്ടു ഒരു സംഭവം കേട്ടു, കുഴപ്പമില്ലായിരുന്നു, ശരിയായില്ല, അഭിപ്രായം പറഞ്ഞു പോകേണ്ടതല്ല. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം എഴുതിയിട്ടുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് അവിടെ ഒരു കുഞ്ഞു മലയാള വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട് അതിനകത്ത്, ഒന്നിനൊന്ന്. അത് ചുമ്മാ എഴുതിയല്ല. ഒന്നിനെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും കുറവില്ലെന്ന് ആ വാക്ക്. ആ ഒന്നിനെന്നുള്ള വാക്കിനുണ്ടല്ലോ ഒരു കടലോളം ആഴം കിടപ്പുണ്ട്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. നിനക്ക് സമ്പത്തിനോ ആരോഗ്യത്തിനോ നാളെ എന്ത് ചെയ്യും, ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല. ദൈവസന്നിധിയിൽ കൈനീട്ടിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു ബൈബിളിൽ, അത് ദാനിയേലാണ്. ദൈവസന്നിധിയിൽ കൈനീട്ടി പ്രാർത്ഥിച്ച ദാനിയേലിന് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നില്ല. പഴയ നിയമത്തിൽ മോശ ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോഴും മരുഭൂമി നിൽക്കുമ്പോഴും ഫുഡ് കൊടുക്കാനില്ല. ഇസ്രായേൽക്കാർ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുവാണ്, ഫുഡ് കൊടുക്കാനില്ല. ഒരു ഹോട്ടലിൽ ചെന്നും കൈ നീട്ടിയതായിട്ട് എഴുതിയിട്ടില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് കൊടുക്കണമെന്ന് അറേഞ്ച്മെന്റിന് വേണ്ടി കൈ നീട്ടിയില്ല. അവിടെ നിന്ന് ദൈവസന്നിധിയിൽ കൈ നീട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം കൊടുക്കാൻ മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. കൈ നീട്ടേണ്ട അവസ്ഥ ദൈവം കൊടുത്തിട്ടില്ല. എന്താ ഇതിനകത്ത് രഹസ്യം? ദൈവസന്നിധിയിൽ കൈ നീട്ടി പ്രാർത്ഥിക്കുന്നവന് ഒന്നിനും മുട്ടുണ്ടാവില്ല, ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 2, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും മുട്ടേ നിൽക്കാൻ പറ്റിയില്ലേലും ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുട്ടേ നിൽക്കണം. എന്താ പ്രത്യേകത എന്നറിയാമോ? ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. പ്രത്യേകതയാണ്. ഇതെല്ലാം തിയറിയല്ല, പ്രാക്ടിക്കലാണ്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ പലരും നോക്കും നടക്കത്തില്ല. ദാനിയേൽ ജീവിച്ചിരുന്ന സമയത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയ ദാനിയേലിനെ മുട്ടുകുത്തിക്കാൻ ആ രാജ്യത്തിലെ രാജാവും ഭരണാധികാരി എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈവൻ സിംഹത്തിന്റെ കൂട്ടിപ്പോലും ദാനിയേൽ മുട്ടുകുത്തിയിട്ടില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ എവിടെയും മുട്ടുകുത്തേണ്ടി വരില്ല. ഒന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അനുഭവമുള്ള ഒത്തിരി പേര് ഇതിനകത്തിരിപ്പുണ്ടാവും. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ പിന്നെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരാൻ ദൈവം സമ്മതിക്കില്ല. കൈ നീട്ടുന്നവൻ വേറൊരാളുടെ മുമ്പിൽ പോയി ഒന്നിനും കൈ നീട്ടേണ്ടി വരില്ല. ദൈവം കൈ നീട്ടാൻ സമ്മതിക്കില്ല. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാനത് പഠിച്ചത് പിന്നീടാണ്. പിന്നീട് പഠിച്ച പിന്നെ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടിലും എന്നിലും. എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചു നേരമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിപ്പിടിക്കാൻ. അതെനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടായി. ഞാൻ ഈ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ, പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാം, എൻ്റെ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അതിനേക്കാൾ വേഗത്തിൽ കേൾക്കും. കാരണം എൻ്റെ വീടിരിക്കുന്ന സ്ഥലം ഒരു പൊട്ടസ്ഥലത്താണ്. നിങ്ങളായിട്ട് ആരോടും പറയാതിരുന്നാൽ മതി. ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, അതാ പ്രശ്നം. എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ ആരോടും പറയരുത്, പ്രത്യേകിച്ച് രഹസ്യമാണ്. ചെകുത്താങ്കുഴി എന്നാണ്. പറയരുത് ആരോടും. ഞാൻ സെമിനാരിൽ ചേരാൻ നേരത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ഈ കെട്ട സ്ഥലത്തുനിന്ന് സെമിനാരിലൊക്കെ എടുക്കുവാടാവുന്നു. അപ്പോൾ അവനിട്ട് പേരെന്താ? കെട്ട സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയാം, ഒരു ബൈക്ക് പോലും ഇറങ്ങിപ്പോകാത്തൊരു വഴിയാണ്. അത്ര കുത്തനെ ഒരു ഇറക്കമായിരുന്നു. ആകെ 4 വീട്ടുകാരെ അവിടെ ഉള്ളൂ. അതിലൊരു വീട്ടിൽ താമസമില്ല. അന്നും ഇന്നും 3 വീട്ടിലെ താമസമുള്ളൂ. 3 വീട്ടിലെ താമസമുള്ളൂ. 3 കുടുംബം, 4 വീടും ക്രിസ്ത്യൻസ് കുടുംബമാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. ഇത് ചെകുത്താങ്കുഴി എന്ന് വിളിക്കാനുള്ള കാരണം ഇവിടെ കരണ്ടുമില്ല, കരണ്ട് എത്തിയിട്ടുമില്ലായിരുന്നു, വഴിയില്ല. അപ്പം ഇവിടെ ഞാനവിടെ ചെറുപ്പം തൊട്ട് കണ്ടൊരു പ്രത്യേകത, വാറ്റും കുടിയുടെയും കേന്ദ്രമാണ് ആ സ്ഥലം. കള്ളവാറ്റ്, ചാരായം ഉണ്ടാക്കുന്ന ഒരു കുഴി. അതുകൊണ്ട് ഇതിനെ ആൾക്കാർ വിളിച്ച പേരാണ് ചെകുത്താങ്കുഴി. ചെകുത്താങ്കുഴി എന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കൂല്ലയോ? കേൾക്കില്ല, നോർമലായിട്ട് കേൾക്കില്ല. സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുള്ളൂ. വേറൊരു കാര്യം കേട്ടോ, ദൈവത്തിന് മാത്രം എന്തില്ല, ഇത് നോക്കിയല്ല, മുഖം നോക്കിയല്ല. ബൈബിളിലെ ദൈവം എവിടെയും മുഖം നോക്കിയിട്ടില്ല. മനുഷ്യൻ മുഖം നോക്കും. കാനഡയിൽ ആരാ ഉള്ളത്? ഓ ഇസ്രായേൽ. ഓ നമ്മൾ ആ ഓ നോക്കിയിട്ട് ആരാ? ഓ നമ്മൾ പാരമ്പര്യം, ആ ഇടവക, പള്ളി എല്ലാം നോക്കി ചരിത്രം പഠിച്ചിട്ടേ നമ്മളൊരു ദൈവം മാത്രം
എവിടെയാ, ഏതാ പാരമ്പര്യം, അപ്പനാരാ, ഓ ഇത് വെക്കില്ല. ദൈവത്തിന് എന്തില്ല? മുഖം നോട്ടമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. അതെനിക്ക് പിന്നീടാ മനസ്സിലായത്. അപ്പോൾ ഈ സ്ഥലം, ഇങ്ങനെ ഒരു സ്ഥലം, ഞാൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്, ഏക്കമുട്ടിയ കുടിയന്മാർ. അവരാണ് ഇതിൻ്റെ വാറ്റും കുടിയും സപ്ലൈയും. ഈ ഏക്കമുട്ടിയ കുടിയന്മാരെന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു പ്രത്യേക വാക്കാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. അത് കുടിച്ച് 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 കത്തിച്ച് തീർന്നവരാണ്. അങ്ങ് ജീവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവർ ചുമയ്ക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അവർ ചുമയ്ക്കുന്ന ഏകദേശം ഇങ്ങനെയാണ്. അഭിനയിക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അവർ ചുമയ്ക്കുമ്പം ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ തന്നെ അങ്ങ് റൗണ്ടായി പോകും. ആണ് ഏക്കമുട്ടിയ കുടിയന്മാർ. ഇങ്ങനെയുള്ള സ്ഥലത്താണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ക്രിസ്മസിന് കരോള് വരുമ്പം ആദ്യം നമ്മുടെ അടുത്ത് വരും. കാരണം ഇത് വലിയ കുഴിയാണ്, അതുകൊണ്ട് ആദ്യം ഇറങ്ങി ഇവർ പോകും. രാത്രിയായി വരാൻ പാടാണ്. ഈ കുഴിയിൽ നിന്നാണ് ഞാൻ പോകുന്നത്, സെമിനാരിൽ പോകുന്നു. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഈ കെട്ട സ്ഥലത്ത് നോക്കി എടുക്കുമല്ലേ? ഓ എടുക്കും. അങ്ങനെ സെമിനാരിൽ ചേർന്ന് ഞാൻ വൈദികനാകുന്ന സമയം വരെ വീട്ടിലേക്കൊരു ബൈക്ക് പോലും ഇറങ്ങി പോകത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു വഴിയാണ്. അപ്പം ഞങ്ങൾ വെറുതെ ആണെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ വഴി കിട്ടുന്നത് വരെ ആരും മരിക്കല്ലേ. ഇത് എങ്ങനെ മരിച്ചത് കൊണ്ടുപോകണ്ടേ? ഇത് തമാശയ്ക്കാണെങ്കിലും എൻ്റെ അയൽവാസികൾ ഒരാൾ പറഞ്ഞു, നമ്മൾ ആരെങ്കിലും മരിക്കുവാണെങ്കിൽ 2 പീസായിട്ട് കൊണ്ട് റോട്ടിൽ തൊട്ടിച്ചാൽ മതി. ഒറ്റയടിക്ക് ഒരു പെട്ടി കയറിയല്ല, അതുകൊണ്ട് 2 പീസാക്കുക. അതിന് 2 പീസാക്കി അവർ റോട്ടിലെത്തി കഴിയുമ്പോൾ ഒറ്റ പീസാക്കി ഒരു പെട്ടി കൊണ്ടുപോവുക. തമാശയ്ക്കാണെങ്കിലും അങ്ങനെ പറയും. ഈ സ്ഥലത്തു നിന്നാണ് ഞാൻ പോകുന്നത്. ഇനി എൻ്റെ ഒരു ആവശ്യം വന്ന് സാമ്പത്തികമായി ഒരു വഴി ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയരുവാണ്. ആ പ്രാർത്ഥന ചടങ്ങ് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയുടെ സമയത്ത് ശരിക്കും നമ്മൾ ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു, എന്തു ചെയ്യും, എങ്ങനെ മുന്നോട്ട് നീങ്ങും, എന്തു ചെയ്യും. ഇത് ഞാൻ കണ്ടു. ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുവാണ്, നമ്മൾ ഈ കുഴിയിൽ കിടന്ന്, ഈ കുഴിയിലെ പേട്ട് ഇവിടെ കിടന്ന് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. കാരണം ഈ റോഡിൻ്റെ മുകളിൽ പോലുള്ള വീട്ടുകാർ പോലും കേൾക്കില്ല, ഇവിടെ കിടന്ന് ഒച്ചത്തിൽ കാറിയാൽ പോലും. പിന്നെ ദൈവം കേൾക്കാൻ പോവാണ്. എനിക്കങ്ങനെ അതിനെ വിമർശിച്ച് അങ്ങനെ തോന്നി. എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലെ സെമിനാരിയിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന എൻ്റെ വീട്ടിലൊരു ബൈബിൾ, ആ ബൈബിൾ വായിച്ചു കഴിഞ്ഞ് ബൈബിൾ തിരിച്ചു വെക്കാൻ നേരത്ത് അവിടെ എവിടെയോ ഇരുന്ന് ഒരു കാർഡ് താഴെ വീണുപോയി. ഒരു കാർഡ്. ആ കാർഡ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കാറ്ററിംഗുകാരുടെ കാർഡാണ്. ഞാൻ ആ നമ്പർ അവിടെ ഇരുന്നിട്ട് വെറുതെ എൻ്റെ ഫോണിൽ ഡയൽ ചെയ്ത് ഞാൻ വിളിച്ചപ്പോൾ അവർ കാസർഗോഡ് ജില്ലയിലുള്ളവരാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്നു. ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു, ഞാൻ ചുമ്മാ ചോദിക്കുകയാണ്, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, നമ്പർ കിട്ടി അങ്ങ് ചോദിച്ചു, ഒരു പുത്തൻകുർബാനയുടെ ആവശ്യമുണ്ട്, ഒരു 600-700 പേർക്കുള്ള ഫുഡ് വേണം, നോർമൽ ഫുഡ് മതി, എക്സ്ട്രാ ആയിട്ടൊന്നും വേണ്ട. അവർ പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചിട്ട് പറയും, ദൂരം കൂടുതലാണ്, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പം ഈ വ്യക്തി തിരിച്ചു വിളിച്ചിരിക്കുന്നു. നമ്പർ സേവ് ചെയ്തിട്ടില്ല. വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നോട് ചോദിക്കുവാണ്. അവർ ചോദിച്ചത് നിങ്ങൾക്ക് വിഷമമാവുമോ എന്ന് ചോദിച്ചു. വിഷമമാകാനോ? എന്ത് വിഷമമാകാനൊന്നുമില്ല, എന്താ പറഞ്ഞോളാൻ പറഞ്ഞു. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ പുത്തൻ കുർബാന ഏറ്റെടുത്ത് നടത്തിക്കോട്ടെ എന്ന്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതൊരു കഥയായിട്ടോ ഒരു തോന്നലായിട്ടോ അല്ല, എനിക്ക് വിശ്വസിക്കാൻ പോകും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പലതും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് തന്നെ ഇതൊന്ന് വിശ്വസിക്കാൻ പറ്റണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി, ഇതെങ്ങനെ ഇങ്ങനെ വിളിക്കും, ഇത് കാസർഗോഡ് ജില്ലക്കാരാണ്, ഇനി ഇവരിങ്ങനെ പറ്റിക്കുമോ, ഇത് സത്യമാണോ, ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെല്ലാം നമ്മൾ അവരെ വിശ്വസിച്ചിരുന്നിട്ട് ഇവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇത് വേറൊരു ജില്ലയിലുള്ളവരാണ്, കുറേ ദൂരം വണ്ടി ഓടിച്ചാലേ ഇവിടെ എത്തത്തുള്ളൂ. എനിക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ വഴികൾ അന്വേഷിച്ചിട്ട് ഒരു അച്ഛനെ വിളിച്ച് ചോദിച്ചു, ഒരു ജെയിംസ് അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അച്ഛന് ഇവരെ വല്ല പരിചയമുണ്ടോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് അവിടെയുള്ള വികാരിച്ചനെ പരിചയം, ഞാനൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. വിളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ അച്ഛൻ പറഞ്ഞു, ഒന്നും അന്വേഷിക്കുക, വേറൊന്നും ചിന്തിക്കേണ്ട, അവർ നല്ലൊരു നിയോഗത്തിലാവുള്ളതെന്ന് പറഞ്ഞു, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അപ്പം അന്നാണ് ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ ഞാൻ 11.5 വർഷക്കാലം പഠിച്ചിട്ട് കണ്ടെത്താത്ത ഒരു കാര്യത്തെ, അതായത് നമ്മുടെ സാധാരണ കുഴിയിൽ നിന്നാണേലും, വഴിയില്ലാത്ത സ്ഥലമാണേലും, കാഴ്ചയ്ക്ക് ഭംഗിയില്ലാത്തൊരു പെര എവിടെ ഉണ്ടെങ്കിലും, നമ്മൾ അവിടെ ഇരുന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ വിളിച്ചാൽ ദൈവം ആ വിളിക്ക് ഉത്തരം നൽകി ദൈവം അതെ തെളിയിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞേ ഹല്ലേലൂയ.
നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാന്നറിയോ? നമ്മുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാ ഞാനെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ദൈവം തെളിയിക്കും. എത്രയോ സംഭവങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തെ തെളിയിക്കുന്ന ദൈവമാണ്. നമ്മളും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് കല്ലിനോടോ മണ്ണിനോടോ തടിക്കഷത്തോടോ ഒന്നുമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവത്തോട്. മാത്രമല്ല, ആ ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഇങ്ങനെ കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പം ഞാൻ ആദ്യം ദൈവത്തിൻ്റെ കരം കണ്ടത് ഈ വിധത്തിലാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ എന്നോട് വിഷമം തോന്നരുത്. എന്നോട് വിഷമമല്ല, എന്നോട് അയ്യോഭാവം തോന്നരുത്. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ ഒരു പുത്തൻ കുർബാനയുടെ സമയം വന്നപ്പം എൻ്റെ കുടുംബക്കാരെല്ലാം വട്ടം നിന്നിട്ട് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കരം കാണില്ലായിരുന്നു എന്ന് എനിക്കറിയാം. എന്നെ ഇങ്ങനെയൊക്കെ എത്തിക്കാൻ വേണ്ടിയായിരിക്കും ദൈവം ഇങ്ങനെ ഒരുക്കി. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ കടന്നു വന്ന വഴികളെ ഓർത്ത് സന്തോഷിക്കുന്ന, അഭിമാനിക്കുന്ന ആളാണ്. ദൈവത്തിന് നന്ദി പറയും 100 പ്രാവശ്യം. ഇനി കേട്ട് ഞാൻ പറയട്ടെ, നമ്മളെപ്പോഴാണ് ദൈവത്തിൻ്റെ കരം കാണുന്നതെന്നറിയോ? ചുറ്റും കുറേ പേരുള്ളപ്പം നമ്മൾ ദൈവത്തെ കാണില്ലെന്നേ. നമ്മൾ അവരുടെ മുഖം കാണും, അവരുടെ അപ്രിസിയേഷൻ, സന്തോഷമൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പോകും. നമ്മൾ ഒറ്റയ്ക്കിരിക്കട്ടെ, ഒരു ഫോൺ പോലും വിളിക്കുന്നില്ലല്ലോ, ആരും ഒന്നും ചിന്തിക്കാത്തൊരു സമയം വരും നമുക്ക്. നമ്മുടെ ഈ ഫോൺ ഇരിപ്പുണ്ട്, വെറുതെ പോലും ഒരു മിസ് കോൾ പോലും ഇതിനകത്ത് വരുന്നില്ലല്ലോ. ഒരാൾ വെറുതെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് തോന്നും ചിലരെ വിളിക്കണമെന്ന്. അങ്ങനെ നമുക്കൊരു ഫോൺ പോലും, മിസ് കോൾ പോലും ആരും വിടാത്ത ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അന്നേരമാണ് നമ്മൾ ആരുടെ വില അറിയുന്നതറിയോ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വില, ദൈവം അടുത്ത് നിൽക്കുന്ന വില, ദൈവം നമ്മുടെ സാധാരണ കയ്യിൽ പിടിക്കുന്ന ബല. ഈ ബലം നമ്മൾ അനുഭവിക്കുന്നത് ആരും ഇല്ലാതിരിക്കുമ്പോഴാണ്. എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ അവരുടെ മുഖം, അവരുടെ കൈ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദൈവത്തിൻ്റെ കരം കാണാൻ പറ്റുന്ന കരമാണ്. ഏലിയായോടുകൂടെ ഈ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു. ഈ കൺവെൻഷന് പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ കൂടെ ഈ ദൈവകരം പ്രവർത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ അന്ന് ഞാൻ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു. ഈ മനുഷ്യനോട് ചോദിക്കണം, എന്തിനാ ഈ വെറുതെക്കാരനായി എന്നെ സഹായിച്ചെന്ന്. നിങ്ങളോട് ആരെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെ വിഷമം പറഞ്ഞായിരുന്നോ? ഇത് അറിയണമല്ലോ. ഇയാളിങ്ങനെ പറയാൻ കാരണം എന്നാ? നമ്മുടെ ഒരു 100 രൂപ എടുത്ത് ആ ഭിക്ഷക്കാരന് കൊടുക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊടുക്കത്തില്ല. കയ്യിൽ നിന്ന് നമ്മൾ അധ്വാനിച്ച പൈസ നമ്മുടെ കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ചില്ലറ പൈസയുടെ ഇടപാടല്ല, ഇച്ചിരി കട്ടിയായൊരു എമൗണ്ട് ഇതിൽ വരും. പുത്തൻ കുർബാന കഴിഞ്ഞിട്ടേ ഞാൻ ചോദിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. ഇനി നേരത്തെ എങ്ങാനും ചോദിച്ചിട്ട് സഹായിക്കുന്നില്ലെന്നെങ്ങാനും വെച്ചാൽ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നീങ്ങി ലാസ്റ്റ് ചോദിക്കണം. എല്ലാം കഴിഞ്ഞ് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് ഇവരുടെ വാഹനത്തിൽ കയറ്റുമ്പോൾ ഞാൻ മാറ്റി നിർത്തി, ഇതിൻ്റെ ഉടമസ്ഥനാണെന്ന് തോന്നത്തക്ക വിധമുള്ള ഒരാളോട് ഇദ്ദേഹമാണോ എന്ന് ചോദിച്ചിട്ട് അതേന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെ സഹായിക്കാൻ എന്നാ കാരണമെന്ന്. അപ്പോൾ അയാൾ പറയാണ്, സഹായിച്ചതല്ല, എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. വിഷമമായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വിഷമമായിട്ടില്ല. എന്തിനാ സഹായിച്ചതെന്ന് എനിക്കൊരു ഉത്തരം കിട്ടി. എന്നെ ഓർത്തിട്ടല്ല സഹായിച്ചത്. ആ വ്യക്തി എന്തോ നടത്തി പൊട്ടിപ്പൊളിഞ്ഞു പോയി, സാമ്പത്തികമായി ഒന്നും ഇല്ലാണ്ടായി പോയവനാ. പിന്നെ ഏതോ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട്, നീ കാറ്ററിങ് തുടങ്ങ്, നീ വിജയിക്കും, ദൈവം കൂടെ ഉണ്ടെന്നെങ്ങാണ്ട് മെസ്സേജ് പറഞ്ഞിട്ട് അതനുസരിച്ച് ഒന്നേന്ന് തുടങ്ങിയതാ, ഒന്നുമില്ലായ്മയെന്ന്. ഇന്നത് നല്ലൊരു വരുമാനമുള്ള, ഒരു സാമ്പത്തിക ഭദ്രതയുള്ള അവസ്ഥയിൽ എത്തിയപ്പോൾ അയാളുടെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു, നമ്മളെ ദൈവം ഇത്രയൊക്കെ അനുഗ്രഹിച്ചില്ലേ, നമുക്കൊരു കല്യാണമോ ഒരാളുടെ നമ്മുടെ പള്ളിയിലെ പിള്ളേരുടെ ആദ്യ കുർബാനയോ നമുക്കത് സ്പോൺസർ ചെയ്യണം, നമ്മുടെ കാറ്ററിംഗ് ഫുഡ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നു വരെ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലാതിരിക്കുമ്പോഴാണ് ഈ ഫോൺ വിളി അവിടെ ചെല്ലുന്നത്. ഇയാളൊന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോടും മക്കളോടും പറയുക, എടി ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഒരു പുത്തൻ കുർബാനയുടെ. അന്നേരം വീട്ടിലെ ഒരു അഭിപ്രായം വരുവാണ്, ഇത് അവരോട് ചോദിക്കും, നമുക്കത് ദൈവനാമത്തിൽ ഏറ്റെടുത്ത് ചെയ്താലോ. നോക്കിക്കേ, ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന രീതി നമ്മളെല്ലാവരും കാണണം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ 100 പ്രാവശ്യത്തിലധികം പറഞ്ഞ സംഭവമാണ്. പക്ഷെ ഇന്ന് പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറയും. ഇന്നിപ്പോൾ ഇത് പറഞ്ഞ് എനിക്കിത് കാണാപ്പാടോ ഈ അനുഭവങ്ങളൊക്കെ. ഇത് പറഞ്ഞ് എനിക്ക് തന്നെ ഇത് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സ് നിറയും. ആ സംഭവങ്ങൾ ഇങ്ങനെ ഒരു ചെയിൻ പോലെ, ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ചേർത്ത് കൊളുത്തിയിട്ടതുപോലെ ഇതെല്ലാം എൻ്റെ മനസ്സിൽ, നിങ്ങളെയാ കാണുന്നതിലും ഞാൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ എൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഇപ്പം ഞാൻ നിൽക്കുന്നത്. എൻ്റെ മനസ്സെല്ലാം ഞാൻ ഇതിലൂടെ കാണുന്നത് എന്നാണെന്നറിയാമോ? കണ്ടത് ദൈവത്തിൻ്റെ കരമാണ്.
ദൈവം ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരും. അതിന് ഉദാഹരണം പറയാം. ഏലിയ പ്രവാചകൻ ഒരു ദിവസം പറഞ്ഞു, നീ ആ വിധവയുടെ അടുത്ത് പോയി താമസിക്കാൻ പറഞ്ഞായിരുന്നോ? ഒരു വിധവ, ഏലിയ പ്രവാചകന് വിധവയെ അറിയത്തില്ല, വിധവയ്ക്ക് ഈ പ്രവാചകനെ അറിയാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ ഏലിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ അവിടെ പോയി താമസിച്ചോ, ആ വീട്ടിൽ നിനക്ക് താമസിക്കാൻ പറ്റും, പുള്ളിക്കാരത്തി ഫുഡ് തരുമെന്ന് പറഞ്ഞു. ഫുഡ് തരുമെന്ന് കേൾക്കുമ്പോഴേ ഏലിയ വിട്ടു. കുറേ ചെന്നപ്പോൾ കാട്ടിൽ വിറക് പെറുക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അപ്പോൾ ഏലിയ ആ സ്ത്രീയോട് ചോദിച്ചു, ഇച്ചിരി കുടിക്കാൻ വെള്ളം തരുമെന്ന് ചോദിച്ചു. ഓ, അതിനെന്നാ ഇപ്പം തരാമെന്ന് പറഞ്ഞ് എടുക്കാൻ പോയപ്പോൾ ഏലിയ ഒന്ന് ചോദിച്ചു, ദേ വെള്ളം എടുക്കാൻ പോവുകയാണെങ്കിൽ ഇച്ചിരി ഫുഡ് ഒരപ്പം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ സ്ത്രീ അന്നേരം പോക്ക് അവിടെ നിർത്തിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അതേ, ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഒരപ്പം പോലും ഇല്ല. ഇന്ന് രാത്രിയിൽ ഒരപ്പം ഉണ്ടാക്കി തിന്നിട്ട് ഞാനും എൻ്റെ കൊച്ചും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയ പ്രവാചകനെ ദൈവം കൊണ്ടുപോയി മുട്ടിച്ചത് എവിടെയാ? മരിക്കാനിരിക്കുന്ന ഒരു സ്ത്രീയുടെയും കൊച്ചിൻ്റെ അടുത്ത്. ഞാനിങ്ങനെ ചുമ്മാ ചിന്തിച്ചു, ഏലിയ പ്രവാചകൻ ദൈവം പറഞ്ഞ ദിവസം പോയില്ല, പിറ്റേ ദിവസം പോയായിരുന്നു, എന്ത് സംഭവിച്ചേനെ? ഈ രണ്ടുപേരും അന്ന് രാത്രിയിൽ ആത്മഹത്യ ചെയ്തേനെ. ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടോ ഈ പാവപ്പെട്ട ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഏലിയ പ്രവാചകനെ കൊണ്ടുവന്നതാരാ? ഈ കണക്ഷൻ നടത്തിയതാണ് ദൈവം. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കരമാണ്. അത് ചുമ്മാ ബൈബിൾ ഓടിച്ചു വായിച്ചു പോയാൽ നമ്മൾ ആ കരം കാണില്ല. ഒരു വചനം വായിക്കുമ്പോൾ 5-10 മിനിറ്റ് എടുത്ത് തിരിച്ചും മറിച്ചും മുകളിലും താഴെയൊക്കെ മറിച്ചും തിരിച്ചും വചനം വായിക്കുമ്പോൾ നമ്മൾ കാണും അതിനിടയിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള കരം ഇങ്ങനെ പോയത്. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ മനുഷ്യൻ പറയണു ദൈവം എന്നെ അനുഗ്രഹിച്ചതിനാണ്. പിന്നീടാണ് ഈ വ്യക്തി ഞങ്ങളുടെ സാഹചര്യങ്ങൾ അറിഞ്ഞത്. സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് സങ്കീർത്തകൻ പറയുവാണ്, ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. ഒന്നും കൂടി ഒന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടത് കേട്ടെ. ഞാൻ എൻ്റെ അവസ്ഥ അയൽവാസിയോട് പറഞ്ഞപ്പോൾ എന്നല്ല, എൻ്റെ ബന്ധുക്കളോട്, കാനഡയിലുള്ള ഒരുത്തനോട് ഫോണിൽ പറഞ്ഞപ്പോഴൊന്നൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോ. ഈ 5 ദിവസം എന്തിനാണെന്നറിയോ? എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് ഞാൻ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഇത്രയല്ല ഞാൻ കണ്ടത്. ഈ പുത്തൻ കുർബാന, എൻ്റെ വീട്ടിൽ പുത്തൻ കുർബാന നടക്കുമ്പോൾ 1 രൂപയ്ക്ക് വേണ്ടി 1 രൂപയ്ക്ക് ഒരു 10,000 രൂപയുടെ വിലയുള്ളതെന്ന് തോന്നുന്ന സമയമാണെന്ന്. 1 രൂപയ്ക്ക് നമുക്ക് 1000 രൂപയുടെ വിലയുള്ളത് തോന്നും ചിലപ്പം. അങ്ങനെയുള്ള സമയത്ത് തലേ ദിവസം പുത്തൻ കുർബാന നടക്കുന്ന ഡിസംബർ 26-ാം തീയതി, 25-ാം തീയതി ക്രിസ്മസ്. ആ 25-ാം തീയതി വൈകുന്നേരം എൻ്റെ വീട്ടിൽ പുത്തൻ കുർബാനയ്ക്ക് മുമ്പായുള്ള തലേദിവസ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് എൻ്റെ വീട്ടിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയായതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു നമുക്കൊരു 10-100 പേരെയൊക്കെ കഷ്ടി വിളിച്ചാൽ മതി, ഒരുപാട് പേരെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അത് വളരെ ന്യായവും യുക്തവുമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമതേ ആ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ പാടാണ്, കറണ്ട് ഇല്ല, അതുകൊണ്ട് ജനറേറ്റർ എടുക്കണം, വലിയ ബുദ്ധിമുട്ട് വേറെയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം രീതി നടത്തിയാൽ മതി എന്നൊക്കെ തീരുമാനിച്ച് 100 പേരെ വിളിക്കാൻ ഒരു 80 പേരെയൊക്കെ വിളിച്ചിട്ടുള്ളൂ. ഇനി വന്നാലും 100 പേര്. ടെൻഷനായത് എപ്പോഴാണെന്നറിയോ? എൻ്റെ ഇടവപ്പള്ളിയിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഓർഡിനേഷൻ പുത്തൻ കുർബാന നടന്നിട്ടില്ല. അതുകൊണ്ട് എന്നെ ഈ ലോഹയിൽ കാണുമ്പോൾ തൊട്ട് എൻ്റെ ഇടവകയിലെ ചില ആളുകൾ എന്നോട് ഇങ്ങനെ പറയും, പുത്തൻ കുർബാനയ്ക്ക് ഞങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലേലും വരുമെന്ന്. അതെനിക്ക് നേരത്തെ കേൾക്കും ഭയങ്കര ഒരു എനർജി ആയിരുന്നു. അത് എനിക്ക് പിന്നീട് ടെൻഷനായി. ദൈവമേ, കുറേ പേര് വിളിച്ചാലും വിളിച്ചില്ലേലും വരാത്ത കുറേ പേരുണ്ട്, ഇവരെല്ലാം കൂടെ വരുമോ എന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായ ഒരു സമയമുണ്ട് എൻ്റെ വീട്ടുകാർക്ക്. അതൊക്കെ ചുമ്മാ പറഞ്ഞാൽ എന്നോട് പലരും പറഞ്ഞു, അതൊക്കെ ചുമ്മാ പറഞ്ഞു, ഒന്നും കാര്യമൊക്കെ എടുക്കണ്ട, അതൊക്കെ ഒരു ആവേശത്തിന് നിന്നോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ്, അതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. 25-ാം തീയതി ഭക്ഷണം വെക്കാൻ ഒരാളെ വീട്ടിൽ വിളിച്ചു. തലേ ദിവസത്തേക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. ഏകദേശം ഒരു 100 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു. 100-120 പേർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നു. വൈകുന്നേരമായപ്പോൾ, സന്ധ്യയായപ്പോൾ, ഇരുട്ടാകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടുകാർ പറയുകയാണ് എന്നോട്, എന്നാൽ നീയും ഒരാളും കൂടെ പോയി വികാരിച്ചനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പള്ളിമുറിയിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോകണ്ട, കുറുക്കുവഴി അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കുറുക്കുവഴി? കുറുക്കുവഴി ഇതിൽ ഷോർട്ടായിട്ട് വേഗം അങ്ങ് പോകാം. അപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്. കാരണം നേരെ പോയാൽ കുറച്ച് വീടുകളൊക്കെ അവിടെയുണ്ട്, അവരെയും തലേ ദിവസം വിളിച്ചിട്ടേ ഇല്ലാത്തവരാണ്. ചിലപ്പോൾ അവർ പിണങ്ങാൻ സാധ്യത, ഇനി കാണുമ്പോൾ അവർക്ക് വരാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കുറുക്ക് വഴി പോയി.
അങ്ങനെ റോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് തന്നെ കൈ കാണിച്ച് അവിടെ നിർത്തി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ അവിടെ കുറച്ച് പേരുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ ഒളിച്ചിരിക്കാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു വാഴയുടെ കച്ചിക്കകത്ത് ഒളിച്ച് സാധാരണ പോലെ അവിടെ മിണ്ടാതിരുന്നു. എന്തുകൊണ്ട് റോട്ടിലിറങ്ങുമ്പം 3 വീടുകളാണ്. ആ 3 വീട്ടിലെ ആളുകൾ 25-ാം തീയതി ഒരു വീട്ടിൻ്റെ മുറ്റത്ത് കൂടി വട്ടം പറഞ്ഞ് വർത്താനം പറയുകയാണ്. സമയം കഴിഞ്ഞിട്ട് ഇവരുടെ വർത്താനം ഒന്നും തീരുന്നില്ല. പുറകോട്ട് നടന്ന് സാധാരണ പോലെ റോട്ടിൽ കയറി നടന്നപ്പം ആ വീട്ടിൽ നിന്ന് ഒരാളിങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളൊക്കെ അങ്ങോട്ട് വരാനിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു, എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചില്ല, എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. ചോദിച്ചില്ല. എന്നൊക്കെ വെച്ച് ഞാൻ പോയി. ഞാൻ പെട്ടെന്ന് എണ്ണി 10-12 പേരുണ്ട്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നേരെ ഞാൻ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ടൗണാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ 10-40 കടയൊക്കെ ഉണ്ടാവും. ആ സ്ഥലം മുഴുവൻ ക്രിസ്ത്യൻസിൻ്റെ സ്ഥലങ്ങളാണ് അവിടെ. അപ്പോൾ അവിടെ പള്ളിയുടെ കെട്ടിടത്തിന് അവിടെ കടക്കാരെല്ലാം അങ്ങോട്ട് ഒരു പുൽക്കൂടുണ്ടാക്കും. അപ്പോൾ ഞാൻ റോട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഈ ക്രിസ്മസ് കഴിഞ്ഞ് അന്നത്തെ വൈകുന്നേരം ഈ പുൽക്കൂടുണ്ടാക്കിയ ആ കടയിലെ ആൾക്കാർ, ചെറുപ്പക്കാരെല്ലാം കൂടെ നിന്ന് ഈ പുൽക്കൂട് ഒന്നും കൂടെ കാണുകയാണ്. അങ്ങോട്ട് നോക്കി. അപ്പം ഞങ്ങൾ 2 പേര് സാധാരണ പോലെ വേഗത്തിൽ പോയപ്പം ഇവർ ഞങ്ങളെ വട്ടത്തിൽ അങ്ങ് വളഞ്ഞിട്ട് എവിടെ പോവാന്ന് ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ ഒന്നും വിളിച്ചിട്ടില്ലല്ലേ, ഞങ്ങളെ വിളിച്ചില്ലേലും വരാനിരിക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇത് കുളവായി എന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്തിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഭക്ഷണം ഇച്ചിരൂടെ കരുതിക്കോ, ഇത് കുറച്ച് എനിക്കങ്ങനെ തോന്നി, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അതോടനെ എൻ്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കാൻ വന്ന ആളെ അറിയിച്ചു. ഉടനെ ഞാൻ അങ്ങനെ പള്ളി നട കയറി ചെല്ലുമ്പം പള്ളിയുടെ മുറ്റത്ത് മുഴുവൻ ചിപ്സ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പുൽക്കൂടുണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂട് ഒന്നും കൂടെ കാണാൻ വേണ്ടി KCYM, ആ വയ്യം, ഈ വയ്യം, എല്ലാ വയ്യങ്കാരും അവിടെയുണ്ട്. അപ്പോൾ എത്ര ഒച്ചയുണ്ടാക്കാതെ നടന്നാലും, ചിപ്സേക്കൂടെ പൂച്ച നടന്നാലും ഒച്ച കേൾക്കും. പിരിവിരാ സൗണ്ട്. ഒച്ച കേൾക്കാൻ നടക്കാൻ നോക്കി, ഇവർ കാണാതെ പോകാൻ. ഒച്ച കേട്ടപ്പോഴേ ഇവർ തിരിഞ്ഞു നോക്കി. എല്ലാവരും കൂടെ വികാരിച്ചെന്നെ മുമ്പിൽ വെച്ച് പറഞ്ഞു, അച്ചോ ഞങ്ങളെ വിളിച്ചിട്ടില്ല, ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരു കാര്യം സിമ്പിളായിട്ട് പിടികിട്ടി, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന്. കാരണം എന്താ, ആകെ ചൊക്കട 100 പേർക്കുള്ള ചൊക്കട എന്നുള്ള വാക്ക് കേട്ട് ആരും ഞെട്ടരുത്. വയനാട്ടിലെ ഒരു ചൊക്കട ഭാഷയാണ്. ഇവിടെ നിന്ന് സ്റ്റാൻഡേർഡ് ഭാഷയാണ്. നിങ്ങൾ ഭാഷയിൽ നോക്കരുത്. ലാംഗ്വേജ് ചിലപ്പോൾ കാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്, ഭാഷ ശ്രദ്ധിക്കേണ്ട. ചൊക്കട എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു ലോക്കൽ വാക്കാണ് ചൊക്കട. എന്തായാലും അവിടെ ചെന്ന് ഒരു വലിയ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് എല്ലാം കൂടെ കഴിഞ്ഞ് ഞാൻ ഉടനെ ഞാനും വികാരിച്ചനെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ ഒരു പള്ളിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഒത്തിരി സന്ധ്യയാകാൻ നിൽക്കണ്ട, അങ്ങോട്ട് ഇറങ്ങിപ്പോകാനൊക്കെ പാടില്ല, അതുകൊണ്ട് നേരത്തെ പ്രാർത്ഥന നടത്തി പോരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് വണ്ടി ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഇനി ഇച്ചിരി ദൂരം നടക്കണം വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞ വഴി കൂടെ. അപ്പോൾ എനിക്ക് റോഡ് നല്ല പരിചയം, അതിനകത്ത് പൊങ്ങി നിൽക്കുന്ന റബ്ബറിൻ്റെ വേര്, കുഴി എല്ലാം എനിക്ക് കാണാപ്പാടമാണ്. അതുകൊണ്ട് ഞാനിത് അവിടെ ഇറങ്ങിയ പാടെ വളരെ സ്പീഡിൽ എൻ്റെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിലന്ന് ഒരൊറ്റ ടാർപ്പയും 4 മേശയെ വാടകയ്ക്ക് എടുത്തിട്ടുള്ളൂ. മുറ്റത്ത് ഒരു ടാർപ്പ മാത്രമേ വലിച്ചു കെട്ടിയിട്ടുള്ളൂ, അത്രേ ആളേ ഉള്ളൂ. അത് പലപ്പോഴായി വന്നു പോകും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ തലേദിവസം ആ വീട്ടിലുണ്ട്. അവിടെ എല്ലാ ആളാണ്. എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇത് പൊളിഞ്ഞു എന്ന് ഉറപ്പ്. അപ്പം ഞാൻ വേഗം അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ ഏറ്റവും അടുത്തവർക്കും ഒരു സന്തോഷവും ഇല്ല, ടെൻഷനാണ്, തികയില്ലെന്ന് ഉറപ്പ്. എന്തു ചെയ്യും? ഞാൻ നോക്കിയപ്പോൾ ആകെ ഇച്ചിരി സന്തോഷം തോന്നിയ ഒരാളുടെ മുഖം, ഭക്ഷണം വച്ച ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, തികയോന്ന്? പിന്നെ തികയോന്ന്. പുള്ളി കേട്ടോ ഭയങ്കര എന്തോ ഒരു സംഭവം പിടികിട്ടി പോലെ. ഞാൻ ഈ ചേട്ടൻ എങ്ങനെ തികയും? അപ്പം പുള്ളി പറഞ്ഞു, അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര ഐഡിയക്കാരനാണ്, ഫോണല്ല ഐഡിയ. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അവിടെ ഈ കോഴിക്കറി വെച്ചിരിക്കുന്ന പാത്രമുണ്ട്, അതിൻ്റെ മൂടി ഞാൻ തുറന്നു നോക്കിയപ്പം അത് പോയപ്പോൾ ഉള്ള കറിയുടെ അത്രയല്ല, ഒരു ചെമ്പ് ഫുൾ കറി, കോഴിക്കറി നിറച്ചു. പക്ഷെ എനിക്ക് പെട്ടെന്ന് രണ്ടാമത് നോക്കിയപ്പോൾ മനസ്സിലായി, ഒരത്ഭുതം നടന്ന്. പോയപ്പോൾ കോഴിക്കറി ആയിരുന്നു, ഇപ്പം നോക്കിയപ്പോൾ സാമ്പാറായിട്ടങ്ങ് മാറുമോ? ആരും കൈയടിക്കാൻ വരട്ടെ, സാമ്പാറായില്ല. അത് ശരി, എന്ത് പറഞ്ഞാലും ഇവിടെ കൈയടിക്കുന്ന ആൾക്കാരാണ്. കർത്താവ് കൈയടിച്ചില്ല. എന്ത് സാമ്പാറാണെന്നതോ? ഞാൻ ചോദിച്ചു, സാമ്പാറല്ലേ ഇത്? സാമ്പാറല്ലാന്ന് പറഞ്ഞു. സാമ്പാർ ഇത്? അപ്പം മുരിഞ്ഞക്കോലോ? ഞാൻ ചോദിച്ചു, നമ്മളാരെങ്കിലും കോഴിക്കറി വെക്കുമ്പോൾ മുരിഞ്ഞക്കോൽ ഇടുമോ ചേട്ടാ? തൃശ്ശൂരുകാരൊക്കെ ചിലപ്പോൾ ഇട്ടുന്നിരിക്കും.
തൃശ്ശൂരുകാർ ചിലപ്പോൾ ഒരു കോഴിക്കറി 2 മുരിഞ്ഞക്കോൽ ഇട്ടെന്നിരിക്കും. നമ്മൾ ഇടുവോ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞ് മുരിഞ്ഞക്കോലല്ലെന്ന്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഭക്ഷണം തികയാൻ ആൾ കൂടുതൽ വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ചേട്ടനോട് ഇത് അറിയിച്ചു. ഇദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ കഞ്ഞിവെള്ളവും അല്ലാത്ത വെള്ളവും ഈ കോഴിക്കറിക്കകത്തോട്ട് ഒഴിച്ച് ഒരു ചെമ്പ് നിറയെ ആക്കി 10-200 പേര് കഴിച്ചാലും തീരാത്ത വിധത്തിലുള്ള കറിയാക്കി കടുകൊക്കെ പൊട്ടിച്ച് നല്ല സെറ്റപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുരിഞ്ഞക്കോലായിട്ട് കണ്ടത് ഈ മേടിക്കുന്ന കോഴിയുടെ ഇറച്ചി ഒന്ന് രണ്ടാമതും കൂടെ തിളപ്പിച്ചാലേ അതിൻ്റെ ഇറച്ചിയൊക്കെ താഴെ പോകും. അപ്പോൾ എല്ല് മാത്രം മുരിഞ്ഞക്കോലായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇത് ഒരല്പം തവിക്കാത്തെടുത്ത് കയ്യാലൊഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇതിന് കോഴിക്കറിയുടെയും രുചിയില്ല, സാമ്പാറിൻ്റെ രുചിയില്ല, പിന്നെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. ഇത് വെറും ഒരു ചാറ്. ഞാൻ അന്നേരം എൻ്റെ കൂട്ടുകാർ പലരും ഈ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കറി മാത്രം വിളമ്പരുത് കേട്ടോ എന്ന് പറഞ്ഞു, ന്യായമായിട്ട്. അപ്പോൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞു, ഓക്കെ അത് വിളമ്പുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് അകത്തെ ആൾക്കാർ കൊടുത്താൽ മതി എന്ന്. എല്ലാവർക്കും ഈ കറി കുളമായി എന്ന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു. ഈ മനുഷ്യൻ ഈ വെള്ളം ഒഴിച്ച ആൾക്ക് ഒരിക്കലും ഒരു കുറ്റം സമ്മതിക്കുകയല്ലോ. ഈ മനുഷ്യൻ അത് ബക്കറ്റിനകത്ത് ഒഴിച്ചു. എന്നോട് അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു. ഞാൻ വികാരിയച്ഛൻ്റെ അടുത്തായിരുന്നത്. അപ്പം ഭക്ഷണം ഇങ്ങനെ വിളമ്പി, ചോറ് വിളമ്പി. ഇച്ചിരി പ്രായമുള്ള അച്ഛനാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ആ ചോറിനകത്തൊരു വലിയൊരു കുഴി ഉണ്ടാക്കുകയാണ്. ഞാൻ വിചാരിച്ചു, എന്തിനാവോ കുഴി ഉണ്ടാക്കുന്നത്? ഇനി ചാറ് കൂടുതലുള്ള കറിയാ വരുന്നത് വല്ല ദർശനം കിട്ടിയാവോ? എനിക്ക് ചോറ് വിളമ്പി ഞാനൊരു കുഴി ഉണ്ടാക്കി. ഞങ്ങൾ 2 പേരും കുഴി ഉണ്ടാക്കി, എല്ലാവരും കുഴി ഉണ്ടാക്കി കാണുമായിരിക്കും. എന്തായാലും ഈ മനുഷ്യൻ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ, ഈ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെ ഒരു ബക്കറ്റിനകത്ത് നല്ല ചങ്കൊക്കെ വരിച്ച് കറിയായിട്ട് വന്നപ്പം എനിക്ക് കഥകളി അറിയാൻ പാടില്ല, എന്നാലും അറിയാവുന്നവർ ഞാൻ പറഞ്ഞത് വിളമ്പരുതെന്ന്. ഇയാളിത് കേൾക്കുമോ? ഇയാൾ നന്നായിട്ട് ഇളക്കിയിട്ട് വികാരിയച്ഛൻ്റെ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഒഴിച്ചു. അതിനകത്ത് ഞാൻ ഇങ്ങനെ സൈഡിലെ കണ്ണുകൊണ്ട് നോക്കി 3 എല്ലും കഷ്ണങ്ങൾ വീണു. ചാറിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തത് കൊണ്ട് വികാരിയച്ഛന് ദേഹത്തും ലോഹയിലും വീഴാതിരിക്കാനേരെ ഈ ഭാഗം മൊത്തം പൊക്കി പിടിച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വരരുതേ എന്നുള്ള അർത്ഥത്തിൽ. ഇത് ഈ ചാറ് മുഴുവൻ അവിടെ ആയി. അച്ഛന് ഈ ചാറ് അവിടെ മുഴുവൻ ആയിക്കഴിഞ്ഞപ്പോൾ ദേഹത്ത് വീഴിയാൽ ഉറപ്പ് വന്നപ്പം ആ പാത്രത്തിലെ കുഴിയിൽ വീണ എല്ലും കഷ്ണം 1, 2, 3 പെറുക്കി വെച്ചു. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കില്ലെന്ന്. ഒരു ഗുണം എനിക്കുണ്ടായത്, പ്രാർത്ഥിച്ചിട്ട് തലേ ദിവസം തന്നെ കുളവാക്കി ദൈവം. എനിക്ക് തോന്നി അങ്ങനെ. തലേ ദിവസം തന്നെ കുളവായല്ലോ, എന്തിനാ ഇത്രയും പ്രാർത്ഥിച്ചത്? എൻ്റെ മനസ്സ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ അന്ന് വല്ലാണ്ടൊരു പരീക്ഷണം പോലെ ആയിപ്പോയി. എന്തൊരു കഷ്ടം, ആൾക്കാർ ചോദിക്കും, നാണക്കേടായിപ്പോയി. ഇത് അവരവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇത് വലിയ ഭീകരമായിട്ട് തോന്നി. പുത്തൻ കുർബാന കഴിഞ്ഞിട്ട് പലരെയും കാണരുത്, ആരും മിണ്ടരുതെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടും കുറച്ചു പേരൊക്കെ എന്നോട് വ്യക്തിപരമായിട്ട് വന്ന് പറയാണ്, കറി വളരെ നന്നായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, എടുക്കടാ കായി എന്ന് പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ തോളത്ത് കൈയിട്ട് പറഞ്ഞു, ആരാടാ ഭക്ഷണം വെച്ചത്? ഞാൻ പറഞ്ഞു, ഇന്നയാളാ. സൂപ്പറായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടുക്കടാ കായി എന്ന് പറഞ്ഞു. ശവത്തെ കുത്തരുതടാ മോനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, എടാ വലിയ ഒരു കുളം, ഇതിൽ കൂടുതൽ ഇനി നാണം കെടാനില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു സങ്കടം അങ്ങ് പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറയാണ്, എടാ ഞാനൊന്നും നിൻ്റെ അത്രയും പഠിച്ചിട്ടില്ല, ഞാനിത് സാധാരണ കെട്ടിടത്തിന് പെയിൻ്റ് അടിക്കുന്ന ആളാണ്, എനിക്കതൊക്കെ അറിയത്തുള്ളൂ, പക്ഷേ എൻ്റെ അത്രയും പോലും വിശ്വാസം നിനക്കില്ലെന്ന് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അയന്നെ അങ്ങനെ? അപ്പോൾ അവൻ പറയാണ്, നിനക്കിങ്ങനെയൊക്കെ തോന്നുമായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല, ഞാനും അവിടെ ഉണ്ടായിരുന്ന ആളാണ്, ഒരു കുറവും എനിക്കവിടെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു കുറവ്. അപ്പം ഞാൻ ചോദിച്ചേടാ, ആ കറിക്ക് എന്നോടൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ആരാ നിന്നോട് പറഞ്ഞത്? അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു, നീ ഇനി പറഞ്ഞു കുഴപ്പമാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പം ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ പലരോടും ഇതിനെക്കുറിച്ച് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ചപ്പം ഇതിനെക്കുറിച്ച് ഒരു പരാതിയും ആരുടെയും മുന്നിലില്ല. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന പോലല്ലല്ലോ, ഇങ്ങനെയാണല്ലോ പറയുന്നത്. അന്നേരം എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നൊരു ഉത്തരം കിട്ടുവാണ്. കാനായിലെ കുടുംബത്തിൽ എന്ത് തീർന്നു പോയി? അവിടെ അടിയുണ്ടായി എഴുതിയിട്ടുണ്ടോ? ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ടുണ്ടോ? ആരും അറിഞ്ഞിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ടോ അതിനകത്ത്? വെള്ളം കോരിയ പരിചാരകർ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. ആരൊക്കെ ആ വീട്ടിലുള്ളതുകൊണ്ടാണ് ഇത് ആരും അറിയാഞ്ഞ്? ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും ആ കല്യാണ വീട്ടിൽ ആ പന്തലിൻ്റെ താഴെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുടുംബത്തിൽ ആരും ഒരു കുറവും അറിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഉത്തരം എന്നാണെന്നറിയാമോ? അത് ഏത് വിധത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് അറിയില്ല. എൻ്റെ വീട്ടിൽ അപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ടാർപ്പ, അത് മനുഷ്യരിറങ്ങി വരണമെങ്കിൽ 10 പ്രാവശ്യം അടി കുത്തിപ്പിടിച്ച് ചവിട്ടി ഇറങ്ങേണ്ട സ്ഥലം, ഒരു കുഴി, അവിടെ ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു കുറവും ഇല്ലാത്ത വിധത്തിൽ. ഞാൻ ആ സംഭവം ഒരെണ്ണമാണ്
ഞാനെന്ന വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഈ സംഭവത്തിലൂടെ ഞാൻ കണ്ട ഒരു കാര്യം പറയാം. 1 രൂപ പോലും എടുക്കാനില്ലാതിരുന്ന എൻ്റെ പുത്തൻകുർബാന നടത്തിയിട്ട്, എൻ്റെ പുത്തൻകുർബാന കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇരുന്ന് എണ്ണുവാണ്, പൈസ എണ്ണുകയാണ്. 1.5 ലക്ഷത്തിലധികം പൈസ മിച്ചം. ഇത്രയും പൈസ എവിടുന്ന് വന്നെന്ന് അറിയത്തില്ല. അപ്പോൾ അവസാനം ഒരു കൈയടിക്കാം. അപ്പോൾ എൻ്റെ കുറച്ച് പേര് കവറൊക്കെ കൊണ്ട് തന്നായിരുന്നു. ആ കവറൊക്കെ ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ചുരുട്ടിയിട്ടേ മിറ്റത്തെ തെങ്ങിൻ ചോട്ടിലിട്ടായിരുന്നു. രാത്രിയിൽ ഒരു ടോർച്ചും കത്തി എടുത്തുകൊണ്ട് പോയിട്ട് ഈ കവർ മുഴുവൻ ഞാനും എൻ്റെ അമ്മയും കൂടെ പെറുക്കി. ഇതാരാ ഇത്രയും പൈസ തന്നെന്ന് അറിയണമല്ലോ. എന്നിട്ട് കവറൊക്കെ ചുരുട്ടിയിട്ട് ഓരോ കടലാസിൽ എഴുതുകയാണ് ഓരോരുത്തർ തന്നത്. എത്ര കണക്ക് കൂട്ടിയിട്ടും ഈ 2019 പോലും എനിക്കറിയില്ല ഇതാരാ തന്നത്, ഇത്ര എമൗണ്ട് എവിടുന്ന് വന്നു എന്നറിയില്ല. ഇത്രയും പൈസ മിച്ചം. ഞാൻ പറയുന്ന ഒരു കാര്യം, വിശ്വാസം 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ വേണ്ടി ഈശോ കൃത്യം 5001 അപ്പം അല്ല ഉണ്ടാക്കിയത്, മിച്ചം 12. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും ഒത്തിരി അധികം, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് എല്ലാവരും അറിയാനാ. ഞാൻ എൻ്റെ സാധാരണ കുടുംബത്തിൽ പല കാര്യത്തിലും പുറകിൽ നിൽക്കുന്ന എന്നെ, ദൈവവചനം പ്രസംഗിച്ചാൻ കൊണ്ടുവരാൻ ആത്മധൈര്യമില്ലാത്ത എന്നെ, 4 പേരുടെ മുമ്പിൽ മൈക്ക് പിടിച്ച് പറഞ്ഞാൽ വിറയ്ക്കുന്ന എന്നെ, ഇത്രയും പേരുടെ മുമ്പിൽ നിർത്താൻ, ഇത്രയും ഉണർവോടെ വചനം പറയാൻ, ഈ ഞരമ്പ് പിടയ്ക്കുന്ന വിധത്തിൽ ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടതെന്നെ സ്നേഹിക്കുന്ന, എന്നെ സഹായിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം കണ്ടതുകൊണ്ടാണ്. പറഞ്ഞ് ഹല്ലേലൂയാ. ശക്തിയോടെ ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ ദൈവവചനം കേൾക്കാൻ ആദ്യ ദിവസം വന്നവരാണ്. ഇന്ന് സമയം അല്പം പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. തുടർന്ന് 8:40 നമ്മൾ ഒരു സ്വതന്ത്രക്കാഴ്ച എടുത്ത് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ഒറ്റ ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഈശോയുടെ അടുത്ത് കുറേ ആളുകൾ, 5000-ലധികം ആളുകൾ വചനം കേൾക്കാൻ വേണ്ടി വന്നു. പോകാൻ നേരത്തെ എല്ലാവരോടും പൊക്കോളാനാണോ പറഞ്ഞേ? അങ്ങനെയല്ല പറഞ്ഞത്. പോകാൻ നേരത്തെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുവാണ്, അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വിട്ടാൽ മതിയെന്ന്. ആ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പുരുഷൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞോ, കർത്താവെ 3 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നവരെ ഞങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? ഒരാൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു. ഫുഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടില്ല. ആരറിഞ്ഞു ഈ ഭൗതിക ആവശ്യത്തെ? ഇവിടെ ഇരിക്കുന്ന എത്ര 5000 പുരുഷന്മാരുണ്ടായിട്ട് ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞോ ഫുഡ് എങ്ങനെയാ, ഫുഡിൻ്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് ആരും ചോദിച്ചിട്ടില്ല. ഈശോ പറയുവാണ്, ദൈവവചനം കേട്ട ഇവരുടെ ഭൗതിക കാര്യം കൂടി ഞാൻ നിവൃത്തിയാക്കും. ദൈവവചനം കേൾക്കാൻ വേണ്ടി സമയം പോയി, ആരോഗ്യം പോയി, പിള്ളേർ പഠിക്കണ്ടേ, അത് ശരിയാക്കണ്ടേ, എങ്ങനെ ശരിയാകും? നമ്മളിവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഭൗതിക കാര്യത്തിൽ കൂടി ദൈവം ശ്രദ്ധിക്കും. മാത്രമല്ല അവിടെ അനുഗ്രഹിച്ചിരിക്കും. നമ്മുടെ ദൈവം ആരാ? അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞാൻ എങ്ങനെയൊക്കെ ഇത് പറഞ്ഞു, എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് ഞാൻ ഇത് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ഇത് മതി നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഇന്ന് ഏറ്റെടുക്കാൻ.